തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണി, പ്രത്യേകിച്ച് BJP നേതൃത്വം കൊടുത്ത ഒരു വലിയ കക്ഷി അവിടെ അധികാരം ഏൽക്കുകയാണ്. 45 വർഷത്തെ, അതായത് 4.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഇടതുമുന്നണിക്ക് അവിടെ ഭരണം നഷ്ടമാകുന്നത്. ഇതിന്റെ പഴി മുഴുവൻ മുൻ മേയറായിരുന്ന, രാജ്യത്തെ തന്നെ അല്ലെങ്കിൽ വളരെ പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതി നേടിയ ആര്യ രാജേന്ദ്രന്റെ പുറത്ത് വെച്ചു കൊടുക്കുകയാണ് സോഷ്യൽ മീഡിയയും നമ്മുടെ രാഷ്ട്രീയ വിശകലനം ചെയ്യുന്ന ആളുകളും പ്രധാന മാധ്യമങ്ങളുമൊക്കെ. ആര്യ രാജേന്ദ്രൻ അവിടെ മേയർ ആയിരുന്നു. ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ മേയറുടെ ധാർഷ്ട്യം കൊണ്ടാണ്. ആ കുട്ടി എന്ന് പറഞ്ഞത് എൻ്റെ അയൽക്കാരിയാണ് ആര്യ രാജേന്ദ്രൻ. വളരെ കുട്ടിക്കാലം മുതലേ ആര്യ എന്ന സഖാവിനെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കുട്ടി എന്ന് അഭിസംബോധന ചെയ്തത്, അല്ലാതെ ബഹുമാനം കുറച്ച് കാണുന്നതല്ല. ആര്യ രാജേന്ദ്രന്റെ കുഴപ്പം കൊണ്ടാണ് തോറ്റത് എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. ആര്യ രാജേന്ദ്രന്റെ കുഴപ്പം കൊണ്ടല്ല അവിടെ തോറ്റുപോയത്. BJP വളരെ ശക്തമായ പ്രതിപക്ഷമായിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ 10 വർഷമായി അവർ നിരന്തരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബഹളമുണ്ടാക്കുകയും വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുന്ന തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഉണ്ടാക്കുകയും അതിന് മാധ്യമങ്ങൾ വലിയ ബൂം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 10 വർഷങ്ങളുടെ പ്രതിപക്ഷത്തിരുന്ന് തഴമ്പിച്ച് പ്രതിഷേധങ്ങൾ നടത്തി അങ്ങനെ മാധ്യമ ശ്രദ്ധ, ജനങ്ങളുടെ ശ്രദ്ധ ഒക്കെ പിടിച്ചുപറ്റിയ ശേഷമാണ് NDA ഇപ്പോൾ അധികാരത്തിൽ വരുന്നത്. പിന്നെ രാജീവ് ചന്ദ്രശേഖർജിയുടെ ബുദ്ധി കൂർമ്മത, വികസിത തിരുവനന്തപുരം, വികസിത കേരളം എന്ന മുദ്രാവാക്യം, പിന്നെ സർക്കാരിനെതിരെ മാധ്യമങ്ങൾ നടത്തിയ പടയോട്ടം. മാധ്യമങ്ങളാണ് ശരിക്കും പ്രതിപക്ഷമായിരുന്നത്, അല്ലാതെ VD സതീശനോ രാജീവ് ചന്ദ്രശേഖരോ K സുരേന്ദ്രനോ ഒന്നുമല്ല പ്രതിപക്ഷ റോൾ എടുത്തത്, മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയെയും തലങ്ങും വിലങ്ങും കടന്നാക്രമിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് തലസ്ഥാനത്ത് കോർപ്പറേഷനിൽ BJP അവരുടെ അധികാരം ഉറപ്പിക്കുന്നത്. മറ്റ് ഇടങ്ങളിലും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് ഭരണം നഷ്ടമായത്. കോഴിക്കോട് മാത്രമാണ് ഇപ്പോൾ ഇടതുമുന്നണിക്ക് കോർപ്പറേഷൻ ഭരണം ലഭിച്ചിട്ടുള്ളത്. കാരണം കണ്ണൂർ പോലും കോർപ്പറേഷൻ ഭരണം ലഭിച്ചില്ല. കണ്ണൂർ പോലും UDF ആണ്. എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ സ്ഥലങ്ങളിൽ, കണ്ണൂര്, പിന്നെ കൊല്ലം, അവിടെയൊക്കെ UDF ആണ്. ഈ തിരുവനന്തപുരം നഗരസഭയിൽ പ്രത്യേകിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കാൻ അടിസ്ഥാന ഘടകങ്ങളായി നിന്നത് പ്രത്യേകിച്ച് ഒന്ന് സഭ തന്നെയാണ്. ക്രൈസ്തവ സഭകൾ വളരെ കണിശതയോടുകൂടി തന്നെയാണ് ഇക്കുറി NDAക്ക് പിന്തുണ നൽകിയത്. അതിൽ യാതൊരു തർക്കവുമില്ല. ക്രൈസ്തവ സഭകളുടെ മനോഭാവം മാറിയിരുന്നു. UDFനോട് ചായ്വുണ്ട് എന്ന് പറയുമ്പോഴും കാസ പോലുള്ള സംഘടനകളുടെ നുഴഞ്ഞുകയറ്റം സഭയ്ക്കകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. അവർ പറയുന്ന ആശയങ്ങൾ, അതായത് അന്ധമായ മുസ്ലിം വിരോധം, അതുപോലെ തന്നെ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം, ഇതൊക്കെ സഭകളുടെ ഭാഗത്ത് നിന്ന് വലിയ നീക്കമായി മാറി ക്രിസ്ത്യൻ വോട്ടുകൾ ബഹുഭൂരിപക്ഷവും NDAയുടെ പോക്കറ്റിൽ ചെന്ന് വീണു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ അല്ല മറിച്ചായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് തലസ്ഥാനത്ത് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാമല്ലോ. പക്ഷെ തലസ്ഥാനത്ത് കോൺഗ്രസിന് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയില്ല. അവിടെ തിരുവനന്തപുരത്ത് UDFന് നേടാനായത് 19 സീറ്റാണ്. 29 സീറ്റുകൾ LDF നേടി, 50 സീറ്റുകൾ NDA സഖ്യം നേടി. വെറും 19 സീറ്റിൽ UDFന് ഒതുങ്ങേണ്ടി വന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ 9 സീറ്റുകളാണ് അവർ കൂടുതൽ നേടിയത്. അതുകൊണ്ട് സഭയുടെ വോട്ടുകൾ കോൺഗ്രസിന് പോയി എന്ന് ഇനി ഏതെങ്കിലും സഭക്കാർ വാദിച്ചാൽ പോലും അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ വോട്ടുകൾ NDAക്ക് തന്നെ കിട്ടി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി എന്തുകൊണ്ട് അവിടെ NDA വന്നു എന്ന ഒരു കാരണം ഞാൻ പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാരണം, നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന നേതൃത്വം, പ്രത്യേകിച്ച് കൗൺസിലർമാരും, CPMന്റെ ജില്ലാ നേതൃത്വം, CPIയുടെ ജില്ലാ നേതൃത്വം, ഇവരൊക്കെ തന്നെ ഒരുതരം മസില് പിടുത്തം ജനങ്ങളോട് കാണിച്ചിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുതരം മസില് പിടുത്തം ഇവർ കാണിച്ചിരുന്നു. ഇന്നിപ്പോ MM മണി ആശാനൊക്കെ പറഞ്ഞില്ലേ, എല്ലാം വാങ്ങി നക്കിയിട്ട് നമുക്കെതിരെ വോട്ട് തന്നു എന്ന രീതിയില്ലേ, ആ രീതിയിലുള്ള പെരുമാറ്റം പല തലങ്ങളിലും തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് തിരുവനന്തപുരത്ത് NDA അധികാരത്തിൽ വരാനും ഇടതുമുന്നണി പിന്നാക്കം പോകാനും കാരണമായ രണ്ടാമത്തെ ഘടകം. അങ്ങനെയാണെങ്കിൽ ജനകീയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ബിനു IP തോറ്റത് എങ്ങനെയാണ്? റീന വില്യംസ്, സ്വതന്ത്രമായി സൗജന്യമായും സ്ത്രീകൾക്കൊക്കെ നിയമസഹായം നൽകുന്ന റീന വില്യംസ് തോറ്റുപോയി. അങ്ങനെ പലരും, പ്രമുഖരുടെ കൂട്ടത്തിൽ പലരും നല്ല ജനകീയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്ന പല നേതാക്കളും
അവിടെ അടിപതറി വീണുപോയി. അത് ഈ ഒരു തേരോട്ടത്തിലാണ് ഇടതുമുന്നണിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു തേരോട്ടം. വർഗീയ ശക്തികളുടെയും ന്യൂനപക്ഷ ശക്തികളുടെയും ഒക്കെ സംയോജിച്ച ആക്രമണം, മാധ്യമങ്ങളുടെ ആക്രമണം, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ എൽ ഡി എഫിന്റെ സ്ഥാനങ്ങൾ, കോർപ്പറേഷൻ സ്ഥാനങ്ങൾ നഷ്ടമാവുകയും കോർപ്പറേഷൻ ഒന്നുകിൽ UDFന് അല്ലെങ്കിൽ NDAക്ക് പോവുകയും ചെയ്തത്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ടും ആളുകൾ പറയുന്നുണ്ട് NDA അധികാരത്തിൽ വരണമെന്ന്. പല ആളുകൾ നേരിട്ടൊക്കെ തന്നെ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. നമ്മളൊക്കെയും മറ്റ് ആളുകളോടുള്ള സംഭാഷണ മധ്യേ പറയാറുണ്ട്, അടുത്ത് ഇങ്ങനെയാണ് നഗരത്തിലെ പ്രവർത്തനം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇടതുമുന്നണിയുടെ അടിപതറും, അവിടെ BJP താമര വിരിയിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലെന്ന് വളരെ മുമ്പേ തന്നെ പ്രവചിച്ചു വച്ചിരുന്ന സ്ഥലമാണ് തിരുവനന്തപുരം നഗരസഭ. എങ്കിലും ഒരു അവസാന പ്രതീക്ഷ ഉണ്ടായിരുന്നു, അവിടെ ഇടതുമുന്നണി തന്നെ തുടരുമെന്ന്. പക്ഷെ ആ പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ട് NDA അവിടെ തിളക്കമാർന്ന വിജയം കാഴ്ചവെച്ചു. ഇനി മേയർ ആരാണ്? ശ്രീലേഖ IPS ആണോ, VV രാജേഷ് ആണോ, ആരാണ് മേയറായി വരുന്നതെന്ന് അറിയില്ല. എന്തുവന്നാലും പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. കാരണം അത്രമാത്രം മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇനി നടക്കാൻ പോകുന്നത് UDF ആണ് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതെങ്കിലും LDF ആണ് വിജയിക്കുന്നതെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ഒറ്റപ്പെട്ട തുരുത്തായി നിന്ന് ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും എന്നതിൽ തർക്കമില്ല. ഇത് തിരുവനന്തപുരം ജില്ലയെ മാത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പരിച്ഛേദമാണ്. തിരുവനന്തപുരത്ത് നേമമണ്ഡലവും അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലവും ഒക്കെ BJPയുടെ കോട്ടകളാണ് എന്ന് മാറിക്കഴിഞ്ഞു. അവിടെയൊക്കെ ആ 2 സീറ്റുകളും നിയമസഭാ സീറ്റുകൾ കൂടി BJP പിടിക്കുകയാണെങ്കിൽ സംസ്ഥാന ഭരണത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. ഏതായാലും അവിടെ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന കുഴപ്പം കൊണ്ടല്ല തോറ്റുപോയത്. ആര്യ രാജേന്ദ്രൻ പ്രവർത്തിച്ച രാജ്യാന്തര ബഹുമതി പോലും തലസ്ഥാന നഗരത്തെ തേടിയെത്തിയിരുന്നു. എന്തുമാത്രം വികസന പ്രവർത്തനങ്ങൾ, പാർക്കിംഗ് സ്ലോട്ടുകൾ, അങ്ങനെ ഒരുപാട് എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ മേയർ എന്ന നിലയിൽ, വളരെ പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു KSRTC ജീവനക്കാരനുമായുള്ള തർക്കം, അതൊക്കെ ഒന്നുമില്ലാതെ പോയ കേസുകളാണ്. അതൊക്കെ വെറും നിസാര വാക്ക് തർക്കം മാത്രമാണ്. അതിനെ ഊതി വീർപ്പിച്ച് മാധ്യമങ്ങൾ വലിയ കഥയാക്കി മെനഞ്ഞ് വച്ചുവെന്നേ ഉള്ളൂ. അല്ലാതെ അതിനകത്തൊന്നും യാതൊരു കാര്യവുമില്ല. പിന്നെ ജനാധിപത്യമാണ്, തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണ്. എങ്കിലും അവിടെ SP ദീപക് വിജയിച്ചു. കോൺഗ്രസിന്റെ വലിയ D അനിൽകുമാറിനെയാണല്ലോ പരാജയപ്പെടുത്തിയത്. അതുപോലെ അശോക് കുമാർ BJPയുടെ സ്ഥാനാർത്ഥി. അവരങ്ങനെ തുടങ്ങിയ പ്രമുഖരെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളും വിജയിച്ചിട്ടുണ്ട്. അവരുടെ വിജയം ആഘോഷിക്കപ്പെടാതിരിക്കാൻ ഉള്ളതല്ല, അവരുടെയൊക്കെ വിജയം ആഘോഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ പരാജയപ്പെട്ട ബിനു IP-യുടെയോ റീന വില്യംസിന്റെയോ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അവരൊക്കെ എങ്ങനെ തോറ്റുപോയി എന്ന് അന്തിശയിക്കേണ്ടി വരും. അത് ഈ വിജയിച്ച UDFന്റെ സ്ഥാനാർത്ഥി ഷേർലിയും മേരി പുഷ്പവും UDFന് പോലും അനഭിമതരായിരുന്നു. പിന്നെ പേയ്മെന്റ് സീറ്റ് പോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ധാരാളം എന്ന് പറഞ്ഞ് അവരൊക്കെ വോട്ട് പിടിക്കുന്ന കാഴ്ചയും നമ്മൾ തന്നെ നേരിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തിരുവനന്തപുരം നഗരസഭയിൽ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമര വിരിഞ്ഞിട്ടുണ്ട്. താമര ഇനി വാടുമോ അല്ലെങ്കിൽ വാടിക്കരിയുമോ, അവർ ഫ്ലറിഷ്ഡ് ആകുമോ എന്നൊക്കെ ഇനി കാലം കാത്തുവച്ച കാവ്യനീതി പോലെ നമുക്കും കാത്തിരിക്കാം.